സമാധാനത്തിലുള്ള ശ്രമങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ ആക്രമണം ഉണ്ടായേക്കും എന്നുള്ള തരത്തിലുള്ള ചില സൂചനകൾ അവിടെ നിന്ന് വന്നിരുന്നു. കുവൈത്തിലേക്കടക്കം ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയ്സ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോയ്സ്, ഒരു സമാധാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്? റോബിൻ, നമ്മൾ സമാധാനത്തിലേക്ക് സാധ്യത പലതവണ കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലൊരു സാധ്യത. ഇപ്പം ട്രംപിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും അത്തരമൊരു സാധ്യത പുറത്ത് വന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അത്തരമൊരു സാധ്യത പുറത്ത് വന്നുവെങ്കിൽ അത് എത്രത്തോളം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന കാര്യം ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതാണ് സാഹചര്യമെന്ന് നമുക്ക് പറയാം. അതിന് മറ്റൊരു കാരണം കൂടെ അദ്ദേഹം പറയുന്നത്, മുസ്തഫ ഖമേനിയെ നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. അതായത് ഇപ്പോൾ ഈ ഇറാനുമായിട്ട് നടക്കുന്ന ചർച്ചകൾ ഫലപ്രദമായിട്ട് നടക്കുകയാണ് എങ്കിൽ, അതിലൊരു തീരുമാനമാവുകയാണ് എങ്കിൽ മുസ്തഫ ഖമേനിയെ നേരിട്ട് കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ യുറേനിയം അടക്കമുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ആണവായുധം അടക്കമുള്ള കാര്യങ്ങളിൽ ഇറാൻ ഒരു സമ്മതം മൂളിയിരിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ അതിന് മറുപടിയൊന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇതിനു മുൻപും അമേരിക്കൻ പ്രസിഡന്റ് ഇതുപോലെയുള്ള അവകാശവാദവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇറാൻ തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നു, യാതൊരു വിധത്തിലും ചർച്ചകൾ നടക്കുന്നില്ല, പൂർണ്ണമായിട്ടുമുള്ള ചർച്ചകളിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ഒരു സൂചന ഇറാൻ നൽകിയിരുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇസ്രായേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം, അത് പൂർണ്ണമായിട്ടും നിർത്താതെ, ഹിസ്ബുള്ളയായിട്ട് നടക്കുന്ന യുദ്ധം നിർത്താതെ ഇറാൻ വിഷയത്തിൽ ഇനി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ, അമേരിക്കയായിട്ട് ഇനി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്തു നിന്നും ഇത്തരമൊരു പ്രസ്താവന വരുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് ഇപ്പോഴും നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒമാന്റെ എണ്ണ ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഡ്രോൺ ആക്രമണമാണ് നടക്കുന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇസ്രായേലിലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വിഷയം എടുക്കുകയാണെങ്കിലും അവിടെയും ശക്തമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ലെബനൻ, അതായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറൊക്കെ കൊണ്ടുവന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ ഹിസ്ബുള്ള ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ വെടിനിർത്തൽ കരാറിനെ തള്ളിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. യാതൊരു വിധത്തിലും ആ ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിക്കില്ല, അത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയും ഇപ്പോൾ ഒരു സംഘർഷഭരിതമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ ഹിസ്ബുള്ളയും ആയിട്ടുള്ള ഒരു പ്രശ്നം തീരാത്ത, ഇവിടെ ഇറാനിലും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമായി തന്നെ തുടരുകയാണ്. അവിടെ എത്രത്തോളം സമാധാനം എത്തുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തുമെന്നുള്ള കാര്യം ഇപ്പോഴും അനിശ്ചിതത്തിൽ തന്നെ തുടരുകയാണ്. റോബിൻ, മറ്റൊരു കാര്യം, ഈ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഒരു സമാധാനത്തിലേക്ക് എത്രത്തോളം സാധ്യതയാണ് ഉള്ളത്? റോബിൻ, അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് അറിയാം ഈ ഒരു യുദ്ധം, അതായത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ കാരണം നമുക്കറിയാം. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മുച്ചൂടും മുടിപ്പിച്ചേ അടങ്ങുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് പൂർണ്ണമായിട്ടും അംഗബലവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും എല്ലാ വിധത്തിലും പിന്തുണ നൽകുന്നത്, പരിശീലനമായാലും നൽകുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അത് തന്നെ ഈ ഒരു സംഘർഷങ്ങളുടെ എല്ലാം ഒരു മൂല കാരണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു മേഖലയിലെ ഒരു സംഘർഷാവസ്ഥ അത് ഉടനെ ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചർച്ചയിലൂടെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിസ്ബുള്ള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു ശക്തി, ആ ഒരു ശക്തിയുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ
ഭൂമിയിൽ ഉണ്ടാകാനേ പാടില്ല എന്നതാണ്. അപ്പോൾ ഇസ്രായേലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യം അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ മുസ്ലിംസിന് മറ്റ് മുസ്ലിം രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ, അത് തമാശയ്ക്ക് പറയാറുണ്ട് എങ്കിൽ പോലും അതുപോലെ പറയുന്നത് പോലെ ജൂതന്മാർക്ക് പോകുവാനോ അല്ലെങ്കിൽ കുടിയേറുവാനായിട്ട് മറ്റൊരു ജൂതരാജ്യമില്ല. അതപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം രാജ്യത്തെ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ സ്വന്തം മണ്ണിനെ രക്ഷിക്കുക എന്നുള്ളത് അവരുടെ മുന്നിൽ ഉള്ള ഏക ഒരു പോംവഴി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന് സ്വന്തം രാജ്യം സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം നിലനിൽക്കുന്ന അത്രയും കാലം, സ്വന്തം രാജ്യം എത്രത്തോളം സുരക്ഷിതമാക്കാൻ സാധിക്കുമോ അത്രയും കാലം ഹിസ്ബുള്ളയുമായിട്ടും ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനുമായിട്ടുമുള്ള യുദ്ധം തുടരാൻ തന്നെയാണ് സാധ്യത. അല്ല എങ്കിൽ ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ അതായത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ജൂതന്മാർ ഭൂമിയിൽ വേണ്ട എന്നുള്ള ഒരു ഐഡിയോളജി ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ നിന്നും എന്ന് മാറുന്നോ അന്നായിരിക്കും പൂർണ്ണമായിട്ടുമുള്ള ഒരു സമാധാനം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത അത്രയും കാലം ഈ ഒരു പ്രശ്നം ആ ഒരു മേഖലയിൽ തുടർച്ചയായി തന്നെ പോയേക്കും. ചിലപ്പോൾ ഈ ചർച്ചകളിലൂടെയൊക്കെ ഒരു പരിഹാരം, ഒരു താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ സാധിച്ചേക്കും. വീണ്ടും അതിർത്തി പ്രശ്നവും അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടുന്നുമുള്ള അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പ്രശ്നം വീണ്ടും കുത്തിപ്പൊങ്ങി വരുവാനുള്ള സാധ്യതകളും മുന്നോട്ടുണ്ട്. എന്തായാലും താൽക്കാലികമായിട്ടാണെങ്കിലും അവിടെ ഒരു വെടിനിർത്തൽ കരാറിലൂടെ ആണെങ്കിൽ പോലും ഒരു താൽക്കാലിക സമാധാനം വരികയാണെങ്കിൽ അത് പശ്ചിമേഷ്യയുടെ വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ എത്തിച്ചേക്കാം. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അവിടുത്തെ ചില രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് ലോകം മുഴുവനും ബാധിക്കുന്ന തരത്തിൽ ഹോർമൂസ് വഴി അത് മറ്റ് ലോക രാജ്യങ്ങളെ എല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും യുദ്ധം നീണ്ടുപോവുകയാണ് എങ്കിൽ അത് എത്രത്തോളം രാജ്യങ്ങളെ ബാധിക്കും, നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കും എന്നത് ഇപ്പോഴും ഒരു പിടികിട്ടാത്ത ഒരു വസ്തുതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. നമുക്ക് കുറേയൊക്കെ സോഴ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷേ ശ്രീലങ്ക അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നത് അത് ഇപ്പോഴും ഒരു സംശയമായി തന്നെ തുടരുകയാണ്. അത് യുദ്ധം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധി ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സമാധാനം ലോകത്തെ ഏറ്റവും ആവശ്യമുള്ളത് അല്ലെങ്കിൽ ലോകത്ത് വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്ന സമാധാനം തന്നെയാണ്. അതിന് മനുഷ്യന്റെ മനസ്സിലെ വെറുപ്പ് ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് അതിനുള്ള ഏക പോംവഴി. റോബിൻ, മറ്റൊന്ന് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ് ഈ കാര്യങ്ങളിൽ, ചർച്ചകളിലെല്ലാം? ശരിക്കും ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിരിക്കുന്നത് UAE-യിലേക്കാണ്. UAE, അതുപോലെ ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ GCC രാജ്യങ്ങളിൽ എല്ലായിടത്തും തന്നെ അമേരിക്കയുടെ ബേസുകളുണ്ട്. പക്ഷേ സൗദിയിലേക്കൊക്കെ വളരെ ചുരുങ്ങിയ ആക്രമണമേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ ബേസുകൾ ഉള്ളത് കൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ ഈ GCC രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ ഈ UAE അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ടൂറിസം മേഖലയെ അത് ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. മറ്റ് രാജ്യങ്ങൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും UAE ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ടൂറിസം മേഖലയിൽ നിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയെ തകർക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് ചെന്ന് ഒരു ടൂറിസ്റ്റായിട്ട് ചെല്ലാതിരിക്കുകയാണ് എങ്കിൽ ആ ഒരു മേഖലയെ തകർക്കാൻ ആ ഒരു ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണത്തിലൂടെ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ UAE എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു പാരീസിൻ്റെയൊക്കെ ഒരു പ്രൗഢിയോടുകൂടി ഇപ്പോൾ നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ദുബായ് എന്ന് പറയുന്നത് പണ്ടത്തെ പാരീസിൻ്റെയൊക്കെ ഒരു പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതായത് ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്, ലോകത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദുബായ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുബായ് കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടക്കുകയാണെങ്കിൽ അത് ലോകം മുഴുവൻ ചർച്ചയാകാൻ അല്ലെങ്കിൽ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഈ ദുബായ് അതുപോലെ UAE പോലുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും കനത്ത ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം കുവൈറ്റിലെ എയർപോർട്ട് കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് നമുക്കറിയാം. അത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ അടച്ചിട്ട് തുറന്നതിന് ഒരു 2 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ആ എയർപോർട്ടിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നത്. അതിന് അമേരിക്കയുടെ ബേസാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ എയർപോർട്ടാണ് ആക്രമിച്ചതെന്നൊക്കെയുള്ള അവകാശവാദവുമായിട്ട് ഇറാൻ രംഗത്ത് വന്നുവെങ്കിലും കുവൈറ്റ് അത് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട്, അമേരിക്കയും അത് പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ GCC രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറാന്റെ ഒരു ഭീഷണി ഈ മേഖലയിൽ നിന്നും ഒഴിവാക്കണം, പൂർണ്ണമായി
പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, ഹോർമോൺസ് പൂർണ്ണമായിട്ടും തുറന്നു ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ GCC രാജ്യങ്ങളുടെ നിലപാട്. പക്ഷേ നമ്മൾ സൗദിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ സൗദിക്ക് ഒരേ സമയത്ത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ വേണമെന്നും ഉണ്ടാകാം. പക്ഷേ ഇറാൻ തങ്ങളെക്കാളും വളരുന്ന ഒരു രാജ്യമാകുന്നതിൽ സൗദിക്കൊരു ഭീഷണിയും ഉണ്ടാകാം. അപ്പോൾ ഈ സൗദി അതുകൊണ്ട് ആദ്യമൊക്കെ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അതുപോലെയുള്ള ഇടപെടലുകളോ പ്രസ്താവനകളോ നടത്തുന്നില്ല എന്നതാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് സൗദി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഇറാൻ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സൗദിയുടെ മുകളിൽ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ സൗദിയുടെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പശ്ചിമേഷ്യയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാനോ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ സൗദിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു വളർച്ചയോട് ചിലപ്പോൾ ഒരു എതിർപ്പുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമേരിക്കയോടും ഇസ്രായേലിനോട് ഒപ്പം നിന്ന് ഈ ഇറാനിൽ ഒരു ആക്രമണം നടത്താനോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസ്താവനകളെങ്കിലും നടത്തുവാനുള്ള ഒരു നീക്കത്തിലേക്ക് സൗദി ആദ്യം ചെന്നത്. പക്ഷേ ഇപ്പോൾ മേഖലയിലെ ഒരു മാറ്റം നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ബേസുകളുള്ളിടത്തൊക്കെ കൂടുതൽ ആക്രമണങ്ങൾ വരുന്നു, അത് മറ്റു രാജ്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞുകൊണ്ടാകാം സൗദി അല്പം പിന്നോട്ട് വലിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊന്നും വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുവൈറ്റിലേക്കാണെങ്കിലും ആക്രമണം ഉണ്ടായതിനു ശേഷം സൗദി പ്രസ്താവന നടത്തിയിരുന്നു, ഈ കുവൈറ്റിലെ ആക്രമണത്തെക്കുറിച്ച് അപലപിച്ചിരുന്നു. പക്ഷേ അത് മറ്റൊരു ആക്രമണത്തിലേക്കോ അല്ലെങ്കിൽ GCC രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ മറ്റൊരു വലിയൊരു പ്രസ്താവനയിലേക്ക് അങ്ങനെയൊന്നും പോയതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നില്ല. ഇപ്പോൾ UAE ഭാഗത്തു നിന്നാണെങ്കിൽ ശക്തമായിട്ടുള്ള അപലപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതായത് ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കുവൈറ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്. അതിനപ്പുറത്തേക്ക് അമേരിക്ക വഴി നടത്തുന്ന ചർച്ചകളും ഇടപാടുകളും അല്ലെങ്കിൽ നടപടികളും ഒക്കെ അല്ലാതെ GCC രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇറാനുമായിട്ട് നേരിട്ട് ഒരു കോണ്ടാക്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് പോലെ തന്നെ ചർച്ചകൾ പിന്നണിയിൽ നടക്കുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ചർച്ച പിന്നണിയിൽ നടക്കുന്നുണ്ട്. അത് സമാധാനം കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ്. കാരണം മേഖലയിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഏറ്റവും ആദ്യമേ നശിക്കുന്നതും ഏറ്റവും ആദ്യമേ എഫക്റ്റ് ചെയ്യുന്നതും ഈ ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങളെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻകൈ എടുത്ത് ചർച്ചകൾ നടത്തുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോബിൻ, ഇനി നമുക്ക് മറ്റൊരു വാർത്ത, ജോയ്സ് ആണ് നമ്മളോട്